സ്ഫോടനം പരിശോധിക്കുന്നത് കട്ടപ്പനയിൽ ഇടുക്കി കട്ടപ്പനയിൽ നടന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസാണ്. കട്ടപ്പനയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഫോറൻസിക് സംഘം കൊലപാതകം നടന്ന സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇടുക്കിയിൽ നിന്നെത്തിയ സംഘമാണ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ രാത്രിയിലാണ് യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഡാനി പോളും VK സ്റ്റാലിനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിയിലേക്കാണ്. ഡാനി, ഇന്നലെ രാത്രിയാണ് ഈ അരുംകൊല നടക്കുന്നത്. അതിന്റെ കൊലപാതകത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ ഡാനി? ടോം, ഇയാളെ കൊല നടത്തിയ ബാബുവിനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിൽ എന്താണ് ഇത് സംബന്ധിച്ച യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ചാണ് അന്വേഷിക്കുന്നത്. ഈ ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ വഴക്കുകൾ ഉണ്ടായിരുന്നു. നേരത്തെ പല കാര്യങ്ങളിൽ ചില വഴക്കുകൾ ഉണ്ടായിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിയായ ബാബുവിൻ്റെ ഭാര്യ നൽകിയ മൊഴിയിലും ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രകോപനപരമായ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായോ? അത് ഈ കൊലപാതകത്തിലേക്ക് അത് വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇവിടെ സുബിൻ തൻ്റെ ഗർഭിണിയായ ഭാര്യയെ കാണാൻ വേണ്ടിയാണ് കട്ടപ്പന സുവർണഗിരിയിൽ എത്തിയത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇവർ തമ്മിൽ ഈ വഴക്കുണ്ടാവുകയും പിന്നീട് വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്ന് കോടാലി എടുത്തുകൊണ്ട് ഇയാൾ പുറത്തേക്ക് വരികയുമായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് വളരെ കൂടുതലായ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തന്നെ കൂടുതൽ ഇയാളെ ശരീരത്തിൽ സുബിനെ വെട്ടേൽപ്പിക്കുകയായിരുന്നു. സുബിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്ര കണ്ട മാരകമായി ഇയാൾ ബാബു ആക്രമിച്ചിരുന്നു. ബാബു പലപ്പോഴും ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ട് പല ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. പലരോടും ഈ രീതിയിൽ പ്രകോപനപരമായി സംസാരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇയാളുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുകയും എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുക, വീട്ടിൽ നിന്ന് കോടാലി എടുത്തുകൊണ്ടെന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് അടക്കം പോകാൻ ഇടയായ സാഹചര്യം എന്താണ്, കാരണം എന്താണ് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇയാൾ ഈ സംഭവത്തിന് ശേഷം വീടിനകത്തേക്ക് കയറി പോവുകയും വീടിനകത്ത് ഈ കോടാലിയുമായെല്ലാം തന്നെ വീടിനകത്തേക്ക് കയറിപ്പോയി അതിനകത്ത് ഒളിക്കുകയുമായിരുന്നു ചെയ്തത്. പിന്നീട് ഈ വിവരം അറിഞ്ഞ് പോലീസ് എത്തി ഇയാളെ അന്വേഷിക്കുന്നു. ഇയാൾ വീടിനകത്തുണ്ടെന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ അവരെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു ഇയാൾ പെരുമാറിയത്. ഇയാൾ ഗ്രേഡ് SI ഉദയകുമാർ അടക്കം ഇയാൾ ആക്രമിക്കുകയും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അപ്പോൾ പല രീതിയിലുള്ള ഈ സ്വഭാവ പ്രശ്നങ്ങളും കാണിക്കുന്ന ഒരാളാണ് ഇയാൾ. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം എന്താണ്, മാനസിക പ്രശ്നങ്ങൾക്കപ്പുറം ഈ മറ്റ് കാരണങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിൻ്റെ ഒരു പരിശോധനകളടക്കം കട്ടപ്പന സുവർണഗിരിയിൽ അവിടെ നടക്കുകയും ചെയ്യുന്നത്. ടോം. ഡാനി തുടരുക. VK സ്റ്റാലിനിലേക്ക് കൂടി പോവുകയാണ്. സ്റ്റാലിൻ, ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഈ കൊലപാതകം നടത്തിയതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അയൽവാസികൾ തമ്മിലുള്ള കൊലപാതകങ്ങൾക്ക് വസ്തുതർക്കവും മറ്റു വ്യക്തിപരമായ വിരോധവും ഒക്കെ കൊലപാതക കാരണമായി കാണാൻ കഴിയാറുണ്ട്. പക്ഷേ ഇവിടെ ഈ യുവാവിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ സ്റ്റാലിൻ? ടോം, ഈ സംഭവത്തില് ഇയാള് ഈ സുബിനെ കൊലപ്പെടുത്താനുള്ള പ്രത്യേക കാരണത്തെക്കുറിച്ച് മാത്രം പോലീസിന് ഇപ്പോഴും വ്യക്തത കിട്ടിയിട്ടില്ല. എന്നാൽ ഇയാൾ സ്ഥിരമായി ആ പ്രദേശത്ത് മയക്കുമരുന്ന് കഴിക്കുകയും മദ്യം കഴിക്കുകയും ചെയ്ത് അവിടെ അലമ്പും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമെല്ലാം അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വരുന്നത്. ഏതായാലും ഈ വീടിന്റെ എല്ലാ വീടിന്റെയും പരിസരത്ത് ഇയാള് ഇങ്ങനെ മദ്യവെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതി അയാൾക്ക് സ്ഥിരമായുണ്ട്. ഈ സുബിൻ വീട്ടിലെത്തിയ സമയത്തും ഇത്തരത്തില് അസഭ്യ വാക്കുകൾ പറയുകയും തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവരുടെ വീടുകളൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. അവിടെ പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കുകയും മദ്യവെച്ച ശേഷമുള്ള ഈ ആക്രോശം നടത്തുകയൊക്കെ സ്ഥിരമാണ്. അത് ഇന്നലെയും അത് ആവർത്തിച്ചു. സുബിൻ ഒരു 7 മണിയോട് കൂടിയാണ് ഇപ്പൊ ഈ സംഭവം നടക്കുന്നത് ഇന്നലെ. അപ്പം സുബിൻ അവിടെ ഗർഭിണിയായ ഭാര്യയെ കാണുന്നതിന് വേണ്ടി ഭാര്യ വീട്ടിലെത്തിയതായിരുന്നു. ഈ സമയത്താണ് ഇയാള് പുറത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. ഇയാളും ഇയാളുടെ മാതാവും മാത്രമാണ് തൊട്ടടുത്ത ഈ വീട്ടിൽ താമസിക്കുന്നത്. ടോമെ, മറ്റൊരു പ്രത്യേകത കൂടി ഈ കാര്യത്തിലുണ്ട്. അതായത് ഇവർക്ക് ഈ ബാബു എന്ന് പറയുന്ന ആൾക്ക് സ്വന്തമായി താമസിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു, വീടില്ലായിരുന്നു. അവിടെ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സുബിന്റെ ഭാര്യ ഭവനത്തിൽ നിന്നും ആ വീട്ടുകാര് 5 സെന്റ് സ്ഥലം പള്ളിക്ക് നൽകുകയും
ആ സ്ഥലത്ത് പവരയാർ പള്ളി, അവരുടെ ആ ഇടവഴിക്ക് പറയുന്ന പവരയാർ എന്നാണ്. ആ പവരയാർ പള്ളിയിൽ നിന്നും വീട് വെച്ചു കൊടുത്താണ് ഈ ബാബുവിന്റെ മാതാവും നിലവിൽ അവിടെ താമസിച്ചു വരുന്നത്. ശരിക്കും ഇവരുടെ സ്ഥലമാണ്, അവർക്ക് ദാനമായി കൊടുത്ത സ്ഥലത്തു നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഒരു വൈകാരികത ആ നാട്ടുകാർക്കും ഇക്കാര്യത്തിൽ ഉണ്ട്. എന്തായാലും ഇയാള് സ്ഥിരമായി പ്രശ്നക്കാരനാണ്. ഇയാള് സ്ഥിരമായി വെള്ളം അടിച്ചിട്ട് അവിടെയെല്ലാം മദ്യവെച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇയാൾക്ക് എപ്പോഴും ഉള്ളത്. അങ്ങനെയാണ് ഇന്നലെയും സുബിൻ ചെല്ലുന്ന സമയത്തും സുബിൻ ചെന്നതിന് ശേഷവും അവിടെ അതായത് ഒരു സ്ഥിരം നാട്ടുകാർക്ക് സ്ഥിരം തലവേദന സൃഷ്ടിച്ചിരുന്ന വ്യക്തി അങ്ങനൊരു സ്ഥിരം ക്രിമിനൽ ആണോ? ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ്? മറ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും മുൻപ് ചെയ്തതായിട്ടുള്ള രേഖകളൊന്നും പോലീസിലില്ല. എങ്കിലും ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരനും പോലീസിന്റെ ഒരു നോട്ടപ്പുള്ളിയും കൂടിയാണ് ഇയാൾ എപ്പോഴും ഈ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു രീതിക്കാരനാണ്. അങ്ങനെ ഇവർ തമ്മിൽ നേരിയ തോതിലുള്ള തർക്കങ്ങളൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി അതത്ര ഒരു വലിയ പ്രശ്നത്തിലായിട്ടൊന്നും പോയിരുന്നില്ല. അപ്പൊ സ്ഥിരം ഒരു പ്രശ്നക്കാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നാട്ടുകാരും ഇയാളെ കാണുന്നത്. എന്തായാലും ഈ വാക്കുതർക്കം ഉണ്ടായതിനു ശേഷം ഇയാൾ ഓടി അകത്ത് കയറി അകത്തുനിന്ന് കോടാലി എടുത്തുകൊണ്ടുവന്ന് സുബിനെ വെട്ടുകയായിരുന്നു. ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു സുബിന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായി തടയാനോ പെട്ടെന്ന് അതിനെ പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ല. എന്തായാലും തലങ്ങും വിലങ്ങും ശരീരത്തെ അകമാനം വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ വെട്ടുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് ആൾക്കാർ ചേർന്ന് സുബിനെ എടുത്ത് കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോയ വഴിക്ക് തന്നെ ആള് മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ വീണ്ടും ഈ കോടാലിയുമായിട്ട് മുറിക്കകത്ത് കയറി ഒളിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കട്ടപ്പനയിൽ നിർത്തിയ പോലീസ് സംഘത്തില് SI ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി ഇയാളെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഇയാൾ വാതില് അകത്തിരുന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വാതില് പൊളിച്ച് തന്നെയാണ് അകത്ത് കയറിയത്. അങ്ങനെ ഇയാളെ പിടിക്കുന്ന സമയത്താണ് ഈ കയ്യിലിരുന്ന കോടാലി കൊണ്ട് ഉദയകുമാർ എന്ന് പറഞ്ഞ SIക്കിട്ടും ഇയാള് ആക്രമിച്ചു. SIയുടെ കയ്യില് പരിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇയാളെ പിടിച്ച് കൊണ്ടുപോയി ഇപ്പൊ ചോദ്യം ചെയ്ത് വരികയാണ്. ഡാനി സൂചിപ്പിച്ച പോലെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ, ഇതിനൊരു കൃത്യമായ ഒരു കാര്യം എന്തെന്നുള്ളതിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നതേ ഉള്ളൂ. ഏതായാലും ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ഉന്നത പരിശോധനകൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയും വൈകിട്ടോടെ ഉച്ചയ്ക്ക് ശേഷം ഇനി വീണ്ടും ചിലപ്പോൾ ഇയാളെ അവിടെ കൊണ്ടുവന്ന് തെളിവെടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ നാട്ടുകാരെ ഒരുപക്ഷെ പ്രകോപനം ഉണ്ടാക്കാം എന്നുള്ളതിനാൽ ചിലപ്പം ആ കാര്യത്തിൽ അല്പം സാവകാശവും പോലീസ് സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ടോമേ. സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഈ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ പ്രതിക്കെതിരെ സ്വാഭാവികമായ രീതിയിൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തെളിവെടുപ്പ് പിന്നീട് വൈകിയായാലും നടക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ സ്റ്റാലിൻ നൽകുന്ന വിവരം അനുസരിച്ച് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് സംശയിക്കണോ? കാരണം കൃത്യമായും ഈ സുബിൻ ഈ വീട്ടിലെത്തും എന്ന് മനസ്സിലാക്കി സുബിനെ ഈ രീതിയിൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി ആസൂത്രണത്തോടുകൂടി നടത്തിയ കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നുണ്ടോ? ഏറ്റവും അതിന് കുറെ കൂടി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം അതിൽ കൃത്യമായ ഒരു ആസൂത്രണമുണ്ടോ എന്നതടക്കം. കാരണം ഇയാൾ ഈ ബാബു എന്ന് പറയുന്ന ആൾ പലപ്പോഴും ഈ ഒരു പ്രശ്നക്കാരനായ തന്നെയാണ്. പലപ്പോഴും പല രീതിയിൽ ആളുകളോട് സംസാരിക്കുക, പ്രകോപനം ഉണ്ടാക്കുക എന്ന രീതിയിൽ പെരുമാറുന്ന ഒരാൾക്ക്, ഒരു ശല്യക്കാരൻ എന്ന രീതിയിലെല്ലാം തന്നെ പെടുത്താവുന്ന ഒരാളാണ്. പലപ്പോഴും ഈ സുബിനുമായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ പ്രകോപിതനായി വഴക്കിലേക്ക് നീങ്ങുന്നൊരു പ്രകൃതം ആ രീതിയിൽ തന്നെയാണ് ഇയാൾ ഉള്ളത്. പോലീസ് അത് തന്നെ നേരത്തെ ടോം സൂചിപ്പിച്ച കാര്യങ്ങളിൽ പോലീസിന് സംശയമുണ്ട്. കാരണം വീണ്ടും അകത്തേക്ക് പോയി കോടാലിയുമായിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചെത്തുക, തുടർച്ചയായി വെട്ടി പരിക്കേൽപ്പിക്കുക, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പോവുക, അത്തരം കാര്യങ്ങൾ എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധിക്കണം. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. അതിൽ കുറെ കൂടി പോലീസിൻ്റെ സ്ഥിരീകരണമടക്കം ലഭിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതിൽ നേരത്തെ സ്റ്റാലിൻ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ലഭിച്ച വീട് പോലും ഈ ഒരു കുടുംബം അവരുടെ ഒരു സന്മനസ്സുകൊണ്ട് അവർക്ക് നൽകിയ ഭൂമിയിലടക്കമാണ് വീട് അടക്കം ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർ സ്വാഭാവികമായും ഇവരുടെ ഒരു അനുകമ്പയോട്
സ്നേഹാനുഭൂതിയുള്ളവരാണ് കൂടുതലും നാട്ടുകാരും. കാരണം ഈ സുബിൻ്റെ ഭാര്യ വീട്ടുകാർ നൽകിയ ഒരു സ്ഥലത്താണ് ഈ വീട് വയ്ക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ സഹായകരമായത്. സ്വാഭാവികമായും അത്തരം ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുമ്പോൾ ഇയാളെ പെട്ടെന്ന് അവിടേക്ക് കൊണ്ടുവരുമ്പോൾ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകൾ പോലീസ് കാണുന്നുണ്ട്. കാരണം ഈ രീതിയിൽ സഹായിച്ചിട്ടും ഇത്ര കണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക, അവർക്കൊരു കുടുംബം ഉണ്ടാക്കാൻ കുറച്ച് സ്ഥലം നൽകുക എന്നതൊരു ചെറിയ കാര്യമല്ല. അത്രത്തോളം സഹായങ്ങളൊക്കെ നൽകിയിട്ടും അവർക്ക് തിരിച്ചു നൽകിയത് ഇതാണ് എന്നത് നാട്ടുകാർ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് പോലീസ് കരുതലോടുകൂടി തന്നെയാണ് ഈ സമയത്ത് നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് അവിടേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിലടക്കം ആലോചനകളുണ്ട്. അല്ലെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെയോ ആവശ്യമായ കരുതലോടുകൂടി തന്നെ മാത്രമേ അവിടേക്ക് പോകുന്നുള്ളൂ. എന്തായാലും പോലീസിൻ്റെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കാം അവിടേക്ക് ഇയാളെ എത്തിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ വ്യക്തമാണ്. എല്ലാം തന്നെ തുടരുകയാണ്. സ്റ്റാലിനും ഡാനി പോളുമാണ് വിവരങ്ങൾ നൽകിയത്. വാക്കുതർക്കത്തെ തുടർന്നാണ് ഇടുക്കി കട്ടപ്പനയിൽ യുവാവിനെ അയൽവാസി ക്രൂരമായി കൊലപ്പെടുത്തിയത്. മറ്റൊരു പ്രധാന